നമ്മൾ ബീൻസ് നടാൻ പോവാം. നമുക്ക് 4 ബക്കറ്റ്സ് ഉണ്ട്. അതിനകത്ത് ഫുള്ള് ബീൻസ് ഇടും. അത് കഴിഞ്ഞിട്ടല്ലേ ബീൻസ് കുറേ ആയിട്ട് എനിക്ക് തോരൻ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. അതാ ഉണ്ടാക്കിക്കോ. ഇത് വെച്ചിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാക്കി. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഇതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഡീപ്പ് ഇനഫ് ആയിരിക്കും. ഓക്കെ, ഇച്ചിരി അങ്ങോട്ട് ഡീപ്പ് ഇനഫ് ആവണോ? ആ ഓക്കെ. ഓക്കെ, ഇത് കൊച്ചിന് ഗ്ലൗസ് ഊരി കളഞ്ഞ്. ഗ്ലൗസ് ഊരി എന്താന്ന് വെച്ചാൽ ഈ ഗ്ലൗസ് എനിക്ക് ടു ബിഗ് അല്ലേ. ഞാനൊരു ബിഗ് ഹാൻഡ് അല്ലേ, ഒരു കുഞ്ഞു ഹാൻഡ് അല്ലേ. പക്ഷെ അതുണ്ടല്ലോ, ഇത് ചീത്തയാ. ഇതിനകത്ത് കൈയിട്ടാ കൊള്ളത്തില്ല. കൈ ഇടുന്നില്ല. ഞാൻ ഇതുപോലെ ചെയ്തിട്ട് ജസ്റ്റ് ഇതുപോലെ ചെയ്യുന്നുള്ളൂ. ആണോ? ഓക്കെ, എന്നാ കിട്ടും. ഓക്കെ, സോ ഞാൻ 4 എണ്ണമാണ് ഒരു ബക്കറ്റിലെടുത്തത്. അപ്പം ഞാനിവിടെ ഒരു ഹോൾ ഉണ്ടാക്കി ഒരെണ്ണം ഇട്ട്. ഇത് കഴിഞ്ഞിട്ട് 2 എണ്ണം ഇട്ടോ. ഒരു ഹോളിൽ 2 എണ്ണം ഇട്ടോ. അന്ന് ഒരു ഹോള് 2 എണ്ണം. ഓക്കെ, സോ 2 എണ്ണം ഇട്ടു ഈ ഹോള്. അതാണ് നമ്മുടെ ഫസ്റ്റ് ഹോള്. സെക്കൻഡ് ഹോള് ഇവിടെ. ഓക്കെ, അത് കവർ ആക്കിയ തേർഡ് ഹോള്. ഓക്കെ, അതും കവർ ചെയ്യാം. കുട്ടുമോളെ, സഞ്ജുമ്മി ഡിഗ് ചെയ്ത് തരാം. ആ ഹോളിൽ കൊച്ചിട്ടിട്ട് പോയാൽ മതി. അതായിരിക്കും ഈസി. അതായിരിക്കും ഈസി. പക്ഷെ എനിക്ക് വയ്ക്കാം. ഓക്കെ. ഇവിടെ ഇട്ടോ 2 എണ്ണം. അങ്ങനെ ഞങ്ങൾ വള്ളിപ്പയർ കൃഷി ആ കുഞ്ഞ് കൈ കൊണ്ട് സ്റ്റാർട്ട് ചെയ്തു. ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ നമ്മൾ ഇറങ്ങുമ്പോൾ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട്. സോ അവളെ കൊണ്ട് തന്നെ നടിയിപ്പിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ നട്ട സാധനങ്ങൾ അവൾ പയറോ തക്കാളി എന്തോ നട്ടിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് പിടിച്ചായിരുന്നു കേട്ടോ. ആ ഒരു പ്രതീക്ഷയിലാണ് ഇപ്രാവശ്യം ആശാത്തി ഇറങ്ങിയേക്കുന്നത്. എന്തായാലും പിള്ളേരൊക്കെ അല്ലേ മണ്ണിലൊക്കെ കളിച്ച് വളരുന്നത് പോലെ തന്നെ ഇങ്ങനെയൊക്കെ പണികളൊക്കെ ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ നിരുത്സാഹപ്പെടുത്താൻ പോയില്ല. ഞങ്ങൾ ഇങ്ങനത്തെ എന്തെങ്കിലും പരിപാടിയായിട്ട് ഇറങ്ങുമ്പോൾ പുള്ളിക്കാരിയും കൂടെ ഇറങ്ങും. അതൊരു പോസിറ്റീവ് കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ വളരെ ഹാപ്പി ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ 4 ബക്കറ്റ് നിറച്ചും ബീൻസാ അല്ലേ? ഇത് മുളച്ചില്ലെങ്കിൽ ടുട്ടുവാണ് ഉത്തരവാദിയെ. എന്താ ഇടുന്നേ? ഇതാണ് സ്ലഗ് കില്ലർ. സ്ലഗ് ആൻഡ് സ്നെയിൽ. ഇതുണ്ടോ? ഈ സാധനങ്ങൾ വന്നിട്ട് നമ്മൾ നട്ട വെജിറ്റബിളും നമ്മുടെ പ്ലാന്റ്സ് എല്ലാം നശിപ്പിക്കും. അപ്പോൾ ഇങ്ങനെ ഇച്ചിരിച്ച് ഇങ്ങനെ തൂകിയിട്ടിരുന്ന അവർ വരില്ല. മനസ്സിലായോ? അപ്പോൾ ഇത് എവറി ഡേ ഇടണോ? വേണ്ട, ഇത് എവറി 7 days എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഒരു പ്രാവശ്യം കിട്ടാൻ മതിയായിരിക്കും. ഇത് നോക്കി ഇങ്ങനെ ഇടുന്നത്. ഇത് ഇങ്ങോട്ട് വെക്കുന്നു. ഈ ബ്ലൂ സാധനങ്ങളാണോ? ബ്ലൂ സാധനങ്ങളാണ് സ്ലഗ് കില്ലർ. നമ്മളിത് ചുറ്റിനും ഇട്ട് വെക്കും. ഇച്ചിരി 5 ഇടുന്ന ഇച്ചിരി കൂടുതലാണെന്ന് തോന്നുന്നു. കൂടിപ്പായാലും കുറയണ്ട.